ഹായ്, ഞാൻ ഷെഫ് സുധീഷ്. ഞാനിപ്പോ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പൊ എനിക്ക് ഈ ലാസ്റ്റ് ദിവസം കുറച്ച് ഫീലായ കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മളെ ഹോട്ടൽ ഇൻഡസ്ട്രി. അപ്പൊ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ജൂനിയർ ലെവലിലായിക്കോട്ടെ സീനിയർ ലെവലിലായിക്കോട്ടെ, അവര് വർക്ക് ചെയ്യുന്നത് ഒരു കമ്മിറ്റ്മെന്റ് കൂടെയാണ്. അതായത് ഒരു വർക്കിനോടുള്ള ചില കമ്മിറ്റ്മെന്റുകൾ. അപ്പം അവർ ഈ ഹോട്ടൽ ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അവര് പല കാര്യങ്ങളും, അവരെ വേണ്ടപ്പെട്ട പല കാര്യങ്ങൾക്കും അവർക്ക് ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റത്തില്ല. അതായത് ഈ മാരേജ്, പിന്നെ മരണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ചിലപ്പോൾ അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. എന്നാലും അവര് ആ ഫീൽഡിലേക്ക് വരുന്നത് അവരെ വർക്കിനോടുള്ള കുറച്ച് കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ചിലപ്പോൾ പോകാൻ പറ്റുന്ന വരത്തില്ല. ചിലപ്പോൾ അടുത്ത സുഹൃത്തിന്റെ കല്യാണത്തിന് ചിലപ്പോൾ പോകാൻ പറ്റത്തില്ല. പക്ഷെ പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ കിടന്ന അവൻ വന്നില്ലേ, പിന്നെ അന്യ സംസ്ഥാനത്തിലുണ്ടായിരുന്ന അവൻ വന്നില്ലേ, എന്നിട്ട് ഈ അടുത്ത് കിടക്കുന്ന വരാൻ പറ്റാത്ത അത്ര എന്താ തിരക്കാണ്. നമ്മൾ പല കമ്മിറ്റ്മെന്റില് പല ഏരിയയില് തിരക്കായി പോകും. ചിലപ്പോൾ ഒരു മരണത്തിന് പെട്ടെന്ന് നമുക്ക് ലീവ് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഫാമിലിന്ന് പോലും ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരിവിടെ വർക്ക് ചെയ്യുന്നത് പല രീതിയിലുള്ള പ്രഷർ അനുഭവിച്ചായിരിക്കും അവരിവിടെ വർക്ക് ചെയ്യുന്നത്. വർക്ക് പ്രഷർ എന്ന് പറയുന്നത് അത് പല രീതിയിലായിരിക്കും. പക്ഷെ ആ സമയത്ത് ഈ ഫാമിലി എന്നുള്ള ഒരു ആകെയുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും അവർക്കൊരു ബലം എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുക, മാക്സിമം കൊടുക്കുക, അവരെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. എന്ത് വന്നാലും ഫാമിലി ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവണം. അതാണ് മെയിൻ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഈ ഫാമിലിയിൽ നിന്ന് പോലും അവർക്കൊരു സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ മൊത്തത്തിൽ തളർന്നു പോകും. അപ്പൊ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഇതൊക്കെയാണ് ചെറിയ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരെ കൂടെ നിൽക്കുക എല്ലാത്തിനും. പ്രത്യേകിച്ച് ഈ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ.